അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആ രംഗം കണ്ടതും ഖാലിദ് ബിൻ വലീദിൻ്റെ ബുദ്ധി വളരെ പെട്ടെന്ന് പ്രവർത്തിച്ചു. തന്നെയും തൻ്റെ സേനയെയും തൻ്റെ ലക്ഷ്യങ്ങളെയും പരാജയപ്പെടുത്തിയ ആ കുന്ന്, തനിക്ക് വേണ്ടി ഒഴിഞ്ഞു കിടക്കുന്ന ആ രംഗം, ഖാലിദ് വലീദ് ഉടനെ നേരെ ഇങ്ങോട്ട് തന്നെ തിരിഞ്ഞു. ഞൊടിയിടയിൽ ആ കുന്നിലേക്ക് ഇരച്ചു കയറി. അബ്ദുല്ലാഹിബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവും അവശേഷിക്കുന്ന 8-9 ആൾക്കാരും ജീവൻ മരണ പോരാട്ടം നടത്തി. പക്ഷേ ആരോടാണ് അവരേറ്റുമുട്ടുന്നത്? ഫുർസാനു ബനു മഖ്സൂമിലെ പുലിക്കുട്ടിയോടാണ്. ഖാലിദ് വലീദ് അവരെ തീർത്തു. വളരെ പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞപ്പോഴേക്ക്, യുദ്ധത്തിന് എപ്പോഴും യുദ്ധത്തിൻ്റെ മര്യാദയുണ്ടല്ലോ. തങ്ങൾ യുദ്ധം തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ യുദ്ധം ചെയ്യുകയാണ് എന്നത് അറിയിക്കാൻ വേണ്ടിയുള്ള ഒന്നാണ് പതാക എന്ന് പറയുന്നത്. പതാക പക്ഷേ നേരത്തെ തന്നെ ആരും എടുക്കാനില്ലാതെ നിലത്ത് വീണിരിക്കുകയാണ്. ഉടനെ ഇത് കണ്ട ഒരു സഹോദരി, അംറ ബിന്ത് അൽഖമ എന്നാണ് അവരുടെ പേര്, അവൾ ഓടി വന്നിട്ട് പതാക ഉയർത്തി. ഒരു പെണ്ണാണ് പിന്നെ പതാക ഏന്തിയതെല്ലാം. മഹാനായ ഖാലിദ് ബിൻ വലീദ്, അന്ന് അദ്ദേഹം ഇസ്ലാമിലെത്തിയിട്ടില്ല, സമർത്ഥനായ ഒരു പോരാളിയായിരുന്നു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ശ്രദ്ധേയനായ പോരാളി. അദ്ദേഹം യുദ്ധം പുനരാരംഭിച്ചു. ഇതെല്ലാം അപ്രതീക്ഷിതമായിരുന്നു. എന്താണ് ഉണ്ടായത്, എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്നതൊന്നും ആരും അറിയുന്നുണ്ടായിരുന്നില്ല. അത് നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട ആളാണ്. ഏറ്റവും ചുരുങ്ങിയത് കുന്നിൻ്റെ മുകളിൽ നിന്ന് 40ഓളം ആൾക്കാർ താഴെ ഇറങ്ങി, അതുപോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പമുള്ള സേന ഗൗരവത്തോടെ ഗൗനിച്ചില്ല, കണ്ടില്ല. കാരണം അത് ശ്രദ്ധയിൽപ്പെടാൻ മാത്രം ഉണ്ടായിരുന്നില്ല. അവരിറങ്ങി വന്നു. ഇവിടെ താഴെ 1000ഓളം വരുന്ന, അല്ലെങ്കിൽ 700ഓളം വരുന്ന ഭടന്മാർ, മുസ്ലിം ഭടന്മാർ, അവർ ഗനീമത്ത് വാരിക്കൂട്ടുന്ന തിരക്കിലാണ്. അതിലേക്ക് അവരും കൂടി, അവരും വാരിക്കൂട്ടാൻ തുടങ്ങി. അവരതിൽ ലയിച്ചു. അതോടുകൂടെ കുന്ന് എന്തായി എന്ന ചിന്ത എല്ലാവരുടെയും ശ്രദ്ധയിൽ നിന്ന് പോയി. പക്ഷേ അപ്പോഴേക്കും എന്തായിരുന്നു എന്നറിയാമോ? ഖാലിദ് വലീദും സൈന്യവും കുന്ന് കയ്യിലടക്കി കഴിഞ്ഞിരുന്നു. എന്നിട്ട് മുസ്ലിങ്ങൾ അബ്ദുല്ലാഹിബ്നു ജുബൈറിൻ്റെ നേതൃത്വത്തിൽ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തിരിച്ചടിക്കാൻ തുടങ്ങി. എല്ലാവരും ഗനീമത്തൊക്കെ ഇങ്ങനെ വാരിക്കൂട്ടാൻ തുടങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് അവരുടെ തലക്ക് മുകളിലൂടെ അമ്പുകളുടെ മഴ പെയ്യാൻ തുടങ്ങിയത്. ഞെട്ടി എഴുന്നേറ്റപ്പോഴേക്കാണെങ്കിലോ അപ്പോഴേക്കും പതാക മുന്നിൽ ഉയർത്തിയിരിക്കുന്നു. കുന്നിൻ്റെ താഴെ ഭാഗത്തിലൂടെ പിന്തിരിഞ്ഞോടിയിരുന്ന മക്ക സൈന്യം വീണ്ടും മുസ്ലിം സേനയിലേക്ക് ഇരച്ചു കയറിയിരിക്കുന്നു. വല്ലാത്തൊരു ദയനീയമായ അവസ്ഥയാണ്. ഞൊടിയിടയിലാണ് എല്ലാം സംഭവിച്ചത്. ഞൊടിയിടയിൽ ഒന്ന് ഒരുങ്ങാനോ, ആർക്കെങ്കിലും എന്തേലും ഒരു നിർദ്ദേശം കൊടുക്കാനോ, ഇനി എന്ത് ചെയ്യുമെന്ന് തീരുമാനിക്കാനോ ആലോചിക്കാനോ ഒന്നിനും ഒരവസരമുണ്ടായിരുന്നില്ലാത്ത വിധം പെട്ടെന്നായിരുന്നു സംഭവങ്ങളെല്ലാം. അതിനിടയിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ജനങ്ങൾ വെപ്രാളത്തോടുകൂടി തലങ്ങും വിലങ്ങും ഓടാൻ തുടങ്ങി. എല്ലാവരും ആക്രമിക്കുന്നുണ്ട്. പക്ഷേ ആരാണ് ആക്രമിക്കുന്നത്, ആരെയാണ് ആക്രമിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊന്നും ആർക്കും ഒരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. വെപ്രാളത്തോടുകൂടെ കുതിരകളും ഒട്ടകങ്ങളും ജനങ്ങളും മണൽ ഭൂമിയായ ഉഹദ് യുദ്ധക്കളത്തിലൂടെ ഇങ്ങോട്ട് തലങ്ങും വിലങ്ങും ഓടാൻ തുടങ്ങിയപ്പോഴോ, അപ്പോൾ പൊടി അടിച്ചുയർന്നു. ഒരു ഭാഗത്ത് പൊടി, ഒരു ഭാഗത്ത് വെപ്രാളം, ഒരു ഭാഗത്ത് തലക്ക് മുകളിലൂടെയുള്ള ആക്രമണം. അതാണെങ്കിലോ തലക്ക് മുകളിലൂടെ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. കുന്ന് വളരെ തന്ത്രപ്രധാനമായ സ്ഥലത്താണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അത് മുസ്ലിം സേനയുടെ നേരെ പിൻവശത്താണ്. അപ്പോൾ സേനയുടെ പിൻവശത്തിൽ നിന്ന് ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആകെ വെപ്രാളമായി. ആ സമയത്ത് എല്ലാവരും ചിതറിയോടി. അതങ്ങനെയാണ് ഉണ്ടാവുക. അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചിതറിയോടി.
ചിലർ വിചാരിച്ചു യുദ്ധം നമ്മൾ പരാജയപ്പെട്ടു, അതുകൊണ്ട് ഇനി പെട്ടെന്ന് പിന്മാറലാണ് നല്ലത് എന്ന്. ചിലർ അവിടെ നിന്ന് മലയിലേക്ക് ഓടിക്കയറി. തൊട്ടടുത്ത് തന്നെ ഉഹദ് പർവ്വതമുണ്ട്, നമുക്കറിയാം. ചില ആൾക്കാർ അതും കടന്ന് അബ്ദുല്ലാഹിബിനു ഉബയ്യിനെ തേടി പോകാൻ ഒരുങ്ങി. അബ്ദുല്ലാഹിബിനു ഉബയ്യിനെ ഇറക്കിയിട്ട് അബൂ സുഫിയാൻ ബിൻ ഹർബിൻ്റെ അടുക്കൽ നിന്ന് തൽക്കാലം യുദ്ധത്തിൽ നിന്ന് അഭയം നേടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർണ്ണനീയമായ രംഗങ്ങൾക്കാണ് പിന്നെ സാക്ഷ്യം വഹിച്ചത്, വിവരിക്കാനാവാത്ത രംഗങ്ങൾ. അതിൻ്റെ ഇടയിലാണ് യുദ്ധക്കളത്തിൽ നിന്ന് മറ്റൊരു ആർത്തനാദം, ഉയർന്ന ശബ്ദം അവരെല്ലാവരും കേട്ടത്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.